ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി. വിളക്കുകളും മെഴുകുതിരികളും തെളിയിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും സമ്പൽ സമൃദ്ധികളുടെ ദേവതകൾക്ക് നേർച്ചകൾ സമർപ്പിച്ചുമാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഭാരതീയരുള്ള ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും ദീപാവലി ആഘോഷിക്കപ്പെടാറുണ്ട്. ഇന്ത്യയുടെ സാമൂഹികവും മതപരവും സാംസ്കാരികവുമായ അസ്തിത്വത്തെ പരിപോഷിപ്പിക്കുന്ന ആഘോഷമാണ് ദീപാവലി. ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ശൈത്യകാലത്തിന് തുടക്കം കുറിക്കുന്ന ആഘോഷമാണ് ദീപാവലി എന്ന് പറയപ്പെടുന്നു. രാവണ നിഗ്രഹത്തിന് ശേഷമുള്ള ശ്രീരാമ പട്ടാഭിഷേകം അയോധ്യയിലെ ജനങ്ങൾ ദീപം കൊളുത്തി ആഘോഷിച്ച ദിവസമാണ് ദീപാവലി എന്നതാണ് ദീപാവലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പ്രധാനം. ലക്ഷ്മി ദേവിയുമായും ഭവാനി മാതാവുമായും ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ദീപാവലിയുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് 16,000 കന്യകമാരെ മോചിപ്പിച്ചതിന്റെ ആഘോഷമാണ് ദീപാവലി എന്നതാണ് മറ്റൊരു ഐതിഹ്യം. ഏതായാലും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ആചാര രീതികളാണ് ദീപാവലി ആഘോഷങ്ങൾക്ക് ഉള്ളത്. ധനലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന ദിവസമാണ് ജൈനമതക്കാരുടെ ദീപാവലി. ജൈനമതക്കാർക്ക് പുറമെ ബുദ്ധമതക്കാരും നൂറ്റാണ്ടുകളായി ദീപാവലി ആഘോഷിച്ചു വരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു. ഇറാനിയൻ സഞ്ചാരിയായ അൽ ബിറൂനിയുടെ ഗ്രന്ഥത്തിൽ ദീപാവലി ആഘോഷങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ട്. ചാലൂക്യ രാജാക്കന്മാരുടെ കാലത്ത് കന്നഡ ദേശത്ത് ദീപാവലി ആഘോഷിച്ചിരുന്നു. അബുൽ ഫസലിന്റെ ഐനി അക്ബാരിയിൽ മുഗൾ ചക്രവർത്തി അക്ബറുടെ കാലത്തെ ദീപാവലി ആഘോഷങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദീൻ ഇലാഹിയിൽ ദീപാവലിക്ക് സമാനമായി ഷാബി ബറാത്ത് എന്ന ഒരു ആഘോഷം നിലനിന്നിരുന്നതായും അബുൽ ഫസൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാമസൂത്രത്തിൽ പറയുന്ന യക്ഷരാത്രി എന്ന ആഘോഷം ദീപാവലിക്ക് സമാനമാണെന്ന് 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജൈന സന്യാസി ഹേമചന്ദ്രൻ തന്റെ ദേശീ ശബ്ദ സംഗ്രഹം എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പല സംസ്കാരങ്ങളിൽ നിറഞ്ഞു നിന്ന അതുല്യമായ ഒരു ആഘോഷമാണ് ദീപാവലി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും.